ശ്രീ വി എം ഖുറാത്തിന്റെ അനുസ്മരണം നടത്തി. തപസ്യയുടെ പ്രഥമ അധ്യക്ഷനും പ്രശസ്ത പത്രപ്രവർത്തകനുമായ ശ്രീ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച അനുസ്മരണ സഭയിൽ മാതൃഭൂമി മുൻ ന്യൂസ് എഡിറ്റർ ശ്രീ എം സുധീർ കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ജന്മഭൂമി ന്യൂസ് എഡിറ്റർ സർവശ്രീ എം ബാലകൃഷ്ണൻ മാധ്യമ നൈതികത എന്ന വിഷയത്തിൽ ശ്രദ്ധേയമായ പ്രഭാഷണം നിർവഹിച്ചു. ചടങ്ങിൽ എയിംസ് ഓൾ ഇന്ത്യ എൻട്രൻസ് റാങ്ക് ജേതാവും മുൻ ജില്ലാ ജനറൽ സെക്രട്ടറിയുമായിരുന്ന അനിൽ പൂരൂരിന്റെ മകൾ നവനീത മേനോക്കി, കേസരി മാക്കോം പ്രഥമ ബാച്ചിലെ 1ാം റാങ്കുകാരൻ ശ്രീ ഹരികൃഷ്ണൻ ഹരിദാസ് എന്നിവരെ യോഗത്തിൽ സ്നേഹോപഹാരം നൽകി അഭിനന്ദിച്ചു. ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണനായിരുന്നു അനുമോദന പ്രഭാഷണം നിർവഹിച്ചത്. തപസ്യ അംഗത്വ ദിനത്തിന്റെ ഉദ്ഘാടനവും പ്രശസ്ത സംഗീതജ്ഞയും ഗായികയുമായ ശ്രീമതി സുധാരഞ്ജിത്തിനെ ചടങ്ങിൽ വെച്ച് നൽകി. തപസ്യയുടെ 14ാമത് സഞ്ജയ് പുരസ്കാരം പ്രശസ്ത ചരിത്രകാരൻ ശ്രീ MGS നാരായണന് സമർപ്പിച്ച ചടങ്ങിൽ ജില്ലാ സമിതിയുടെ പൂർണ്ണ സഹകരണം ഉണ്ടായിരുന്നു. MGS നാരായണൻ സാറിന്റെ ആരോഗ്യസ്ഥിതി പരിഗണിച്ച് 27/9/2024 വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് മലാപ്പറമ്പ് ഹൗസിംഗ് കോളനിയിലെ MHC ഹാളിൽ വെച്ചാണ് പുരസ്കാര സമർപ്പണ ചടങ്ങ് നടത്തിയത്. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ സമിതിയുടെ കൃത്യമായ ആസൂത്രണവും സഞ്ജയ് പുരസ്കാര ചടങ്ങിനെ ശ്രദ്ധേയമാക്കി. ഗോവ ഗവർണർ ശ്രീ PS ശ്രീധരൻപിള്ള സാറായിരുന്നു സഞ്ജയ് പുരസ്കാരം ഡോക്ടർ MGS നാരായണൻ സമർപ്പിച്ചത്. ജില്ലാ സമിതിയെയും മറ്റ് യൂണിറ്റുകളെയും വിശേഷിച്ച് തപസ്യ സിറ്റി യൂണിറ്റിനെ തപസ്യയുടെ കേന്ദ്ര ഭരണസമിതി പ്രത്യേകമായി അഭിനന്ദിച്ചത് നന്ദിയോടുകൂടി ഓർക്കുന്നു. തപസ്യ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രൊഫസർ PG ഹരിദാസ് സാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ P രവീന്ദ്രൻ ഡോക്ടർ MGS നാരായണനെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിച്ചു. ഡോക്ടർ MGS നാരായണന്റെ ചരിത്ര സാഹിത്യ സംഭാവനകളെ അധികരിച്ച് കോഴിക്കോട് ആകാശവാണി ഡയറക്ടറും പ്രശസ്ത നിരൂപകരുമായ ശ്രീ KM നരേന്ദ്രൻ സംസാരിച്ചു. സഞ്ജയനും മലയാള സാഹിത്യം എന്ന വിഷയത്തിൽ പ്രഭാഷണം നിർവഹിച്ചത് തപസ്യയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണനായിരുന്നു. മലാപ്പുറം ഹൗസിംഗ് കോളനി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാത്യു കട്ടിക്കാന ആശംസകൾ അർപ്പിച്ചു. ഡോക്ടർ MGS നാരായണന്റെ ധർമ്മപത്നി ചടങ്ങിൽ ആദ്യന്തം പങ്കെടുക്കുകയും സംസാരിക്കുകയും ചെയ്തു. ശ്രീ അനൂപ് കുന്നത്ത് പ്രശസ്തി പത്രം വായിച്ചു. നാദീഗീതം ആരംഭിച്ച ശ്രീ ഗോപി കൂടലൂരും സ്വാഗതം പറഞ്ഞത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ KT രാമേന്ദ്രനും ആയിരുന്നു. തപസ്യ ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ വെട്ടിയാട്ടിലായിരുന്നു നിറഞ്ഞ സദസ്സിനെ സാക്ഷി നിർത്തി നടന്ന സഞ്ജയ് പുരസ്കാര സഭയുടെ നന്ദി അറിയിച്ചത്. 30/6/2024 തപസ്യ കോഴിക്കോട് വനപർവം സമുചിതമായി ആചരിച്ചു. തിരുവാതിര ഞാറ്റുവേലയിൽ തപസ്യ കലാസാഹിത്യവിധി നടത്തുന്ന പ്രകൃതി സംരക്ഷണ ബോധവൽക്കരണ പരിപാടിയായ വനപർവം കോഴിക്കോട് അഴകുടി ക്ഷേത്ര പരിസരത്താണ് സംഘടിപ്പിച്ചത്. ദേവവൃക്ഷങ്ങൾ നട്ടുകൊണ്ട് പ്രകൃതി സംരക്ഷണ പ്രവർത്തകനും തപസ്യ പ്രവർത്തകരുമായ ശ്രീ ജിതരം രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു.